മരിച്ച് പിന്നെ കഴിഞ്ഞ് ഇവളെ കയറ്റി കാണിച്ചു. അവളന്നേരം അതുപോലെ കരഞ്ഞുകൊണ്ട് അലറി ഇറങ്ങി. ഇവനും അതുപോലെ മുഖം മാത്രം കണ്ടപ്പം കണ്ണില്ല, മൂക്കില്ല, വായില്ല. വക്കീലന്മാർക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കാശ് കൊടുക്കാൻ ഇല്ല ഈ പാവങ്ങളെ. ഇവരൊക്കെ എവിടെ പോയി കേസ് നടത്താനാ? നിങ്ങൾ ഓർത്തെ ഇന്നത്തെ കറിയാണ് ഈ ചേച്ചിയുടെ മുളക് ചമ്മന്തി. അത്ര ദയനീയാണ്, ഭക്ഷണം പോലും കഴിക്കാൻ മേലാത്ത അവസ്ഥയെന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമായി. എനിക്കറിയാം സാർ ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവരെ ഉപേക്ഷിക്കണം. അവരുടെ അവസ്ഥ എത്രയാണ്. നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്തോ അടുത്തുള്ള സ്ഥലങ്ങളിലോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തീരെ നിവൃത്തികേടുള്ള കുടുംബത്തിന്റെ മെസ്സേജ് എനിക്ക് അയക്കുക. ഈ അച്ഛൻ ഓടി വന്നിരിക്കും, സഹായിക്കും. ചേച്ചി പറഞ്ഞ പോലെ എല്ലാവർക്കും മെസ്സേജ് അയച്ചു, ആരും വന്നില്ല, ഞാൻ വന്നു. എനിക്കൊന്നും വേണ്ടിയിട്ടോ ഒരു ലക്ഷ്യമോ ഒരു കാശോ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഇപ്പോഴും ചെയ്യുന്നത്. അത് ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൊടുത്തിരിക്കും അച്ഛൻ. നമസ്കാരം, അച്ചായൻസ് ഗോൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചൻ. നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് തിരുവല്ല പുറമറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ അവസ്ഥ പറയാനാണ്. ഒരു അമ്മയും മോനും. മോളാണെങ്കിൽ മരണപ്പെട്ടു, ഒരു മോനാണെങ്കിൽ പണിക്ക് പോകാൻ മേല, അമ്മയ്ക്കാണെങ്കിൽ കൂലിപ്പണിക്ക് പോയിട്ട്, അതായത് ആഴ്ചയിൽ ഒരു ദിവസം വർക്കുള്ളൂ. ആ കാശ് കൊണ്ട് വേണം ഈ കുടുംബം പുലർത്താൻ. നമുക്ക് ഈ കുടുംബത്തെ കാണാൻ, ഈ കുടുംബത്തിന്റെ അവസ്ഥയും മനസ്സിലാക്കാം. വാ. ഞാൻ അറിഞ്ഞു നിങ്ങൾക്ക് ഫുഡ് പോലും കഴിക്കാൻ മേലാത്ത അവസ്ഥയാന്ന്. ശരിയാണോ? അത്രയും ബുദ്ധിമുട്ടാ? പറയുമ്പോൾ തന്നെ കണ്ണ് നിറയുന്നുണ്ട്. ഒരു മോനേ ഉള്ളൂ അല്ലേ? ചേച്ചി എവിടെ? ചേച്ചി മരണപ്പെട്ടു. ഇതാണോ ചേച്ചിയുടെ ഫോട്ടോ? ഓ, എന്നാ പറ്റിയതാ? മരിച്ചു പോയ കുഞ്ഞ് മോളായിരുന്നു എല്ലാത്തിനും ആശ്രയം അല്ലേ? വസ്ത്രങ്ങളാണെങ്കിലും ഒക്കെ അവളാ കൊടുത്തോണ്ടിരുന്നത്. അവളെ അവിടെ ഭർത്താവും അമ്മായിയച്ഛനും കൂടിയാ തീ വെച്ചത്. പെട്രോൾ ഒഴിച്ചു. 75% പൊള്ളലുണ്ടായിരുന്നു. കണ്ടപ്പം കണ്ണില്ല, മൂക്കില്ല, വായില്ല. കേക്ക് അവസ്ഥ കേക്ക്. നമ്മൾ ഓരോ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത്. 4 മാസം മുമ്പ് അതുമല്ല, അവർക്കിപ്പം ഇവിടെ കിടന്നുറങ്ങാൻ പോലും പേടിയെന്ന് പറഞ്ഞാൽ പോലീസുകാർ വിളിച്ചിട്ട് അവരോട് കേസ് പിൻവലിക്കണമെന്ന് പറയുന്നു. ഒത്തുതീർപ്പിലാക്കാം, കൊച്ചിനെ നിങ്ങൾക്ക് തരാം. അവൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഇവര് വാങ്ങിച്ചു കൊടുത്താ. അപ്പൊ ആ പാത്രങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് തരാം. അപ്പം കേസ് പിൻവലിക്ക്. നമുക്കൊരു കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങള് വിളിച്ചൊന്നും വേറെ ആരോടും പറയുകയും ചെയ്യല്ലോ. സഹായിക്കാൻ പാർട്ടിക്കാരോ സംഘടന അങ്ങനെയുള്ള ആരുമില്ല. വക്കീലന്മാർക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കാശ് കൊടുക്കാൻ ഇല്ല ഈ പാവങ്ങളെ. ഇവരൊക്കെ എവിടെ പോയി കേസ് നടത്താനാ? ഇവരെ ഉപദേശിച്ച് കേസ് പിൻവലിക്കണം, കൊച്ചിനെ വിട്ടു തരാം. അതായത് ഒരു മോളുണ്ട് 9 വയസ്സുള്ള കൊച്ചി. ഈ കൊച്ചിനെ വിട്ടു തരാൻ പറയുമ്പോൾ എന്ത് കഷ്ടമാണ് നമ്മുടെ നാട്. ആരോട് ചോദിക്കും? ഈ പണമുള്ളവനെ ഇവിടെ വിലയുള്ളൂ എന്ന് കരുതരുത്. പണം ഇല്ലാത്തവനും ഇവിടെ വിലയുണ്ട്. അവർക്ക് വേണ്ടി സഹായവുമായിട്ട് പലരും ഓടിച്ചെല്ലും. അതെല്ലാരും മനസ്സിലാക്കുക. ഈ മോന് കൈമേല ഇവിടെ കല്ല്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്ല് ആരോ എടുത്തെറിഞ്ഞതിന്റെ ഇവിടെ പോയി. അതുകൊണ്ട് കൊച്ചിന് ആകെ ജോലി പോലും ചെയ്യാൻ കഴിയുകയില്ല. അമ്മയ്ക്ക് ഒരാഴ്ച കിട്ടുന്ന, ഒരു ദിവസം പോകുന്ന വരുമാനം കൊണ്ടാണ് അമ്മ ഈ കുടുംബം പുലർത്തുന്നത്. ഇവർക്കൊന്നുമില്ല. ആ മോളെയായിരുന്നു ആശ്രയം. ആ മോള് 4 മാസം മുമ്പ് മരണപ്പെട്ടു. നിങ്ങൾ ഓർത്തെ ഇന്നത്തെ കറിയാണ് ഈ ചേച്ചിയുടെ മുളക് ചമ്മന്തി. നമ്മളായാലും മുളക് ചമ്മന്തി കൂട്ടി കഴിക്കുകയല്ല ഒരു നേരം, പറ്റുകയല്ല. കാരണം നമുക്ക് എന്തെങ്കിലും വേറെ കറികൾ വേണം. ഓൻ ഈ ഫണ്ട് മേടിക്കുക കേട്ടോ അമ്മ. ഇതൊരു ഫണ്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നിനും പേടിക്കരുത്, ഒന്നിനും ബുദ്ധിമുട്ടരുത്. സാറിന്റെ വീഡിയോ എല്ലാം ഞാൻ കാണുന്നുണ്ട് മൊബൈലില്. അപ്പൊ എനിക്കറിയാം സാർ ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവരെ ഉപേക്ഷിക്കണം. അവരുടെ അവസ്ഥ എത്രയാണ്. അല്ല, ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യുന്നത് ഒരു കോമാളിയാവാനോ അല്ലെങ്കിൽ എനിക്ക് കാശുണ്ടാക്കാനോ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ജനങ്ങളോട് ഇപ്പോഴും ഞാൻ എന്നെ സ്നേഹിക്കുന്നവരോട് 1 രൂപ ഒരാളോട് ഈ കാശ് കൈകൊണ്ട് മേടിച്ചിട്ടില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ മാത്രമേ ഈ അച്ചാൻ ചെയ്തിട്ടുള്ളൂ. അത് എവിടെയും ഞാൻ തുറന്നു പറയും. കാരണം അന്തസ്സോടെ ഞാൻ പറയാം. ആരും ഈ ഇതുപോലെയുള്ള കുടുംബങ്ങളെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം. നിങ്ങൾ നിങ്ങളുടെ അയൽവക്കക്കാരെ സഹായിക്കുക. എനിക്ക് അതേ നിങ്ങളോട് പറയാനുള്ളൂ. ഒത്തിരി പേർക്ക് മെസ്സേജ് വിട്ടു. ഇവരെ ഞാൻ വിളിക്കുമ്പോ രാവിലെ വൈകിട്ടും വിളിക്കും. അന്നേരം കഴിച്ചോടാ അതെല്ലാം. അന്നേരം പറയാം, ഓ ആന്റി ഞാൻ അവന്റെ അപ്പന്റെ പെങ്ങളാണ്. ശരി, ഓക്കെ. അപ്പൻ ഇവരെ ഉപേക്ഷിച്ചതാ. കരയണ്ട ചേച്ചി, കരയണ്ട. അതായത് ഈ ചേച്ചി അപ്പന്റെ പെങ്ങളാണ്. അതായത് ഈ മോന്റെ അപ്പന്റെ പെങ്ങളാണ്. അപ്പൻ ഇവരെ ഉപേക്ഷിച്ചു. ഓർത്തോണം, അപ്പൻ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയല്ലോ. അപ്പന്റെ പെങ്ങൾ ഇത്രയും കാര്യമായിട്ട്, അതായത് നാത്തൂൻ എന്ന് പറയുന്ന ആള് ഇത്രയും കാര്യമായിട്ട് ഇവരെ നോക്കണമെങ്കിൽ ഓർത്ത് നോക്കി ഈ ചേച്ചിയുടെ മനസ്സ് എന്താന്ന്.
ചേച്ചി മുമ്പേ പറഞ്ഞില്ലേ, മെസ്സേജ് പലർക്കും അയച്ചു, ആരെങ്കിലും റിപ്ലൈ വന്നോ? അച്ചായൻ വന്നില്ലേ? അതാണ് ആര് മെസ്സേജ് അയച്ചാലും നിങ്ങളും ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്തോ അടുത്തുള്ള സ്ഥലങ്ങളിലോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തീരെ നിവൃത്തികേടുള്ള കുടുംബത്തിന്റെ മെസ്സേജ് എനിക്ക് അയക്കുക. ഈ അച്ചായൻ ഓടി വന്നിരിക്കും, സഹായിക്കും. ചേച്ചി പറഞ്ഞ പോലെ എല്ലാവർക്കും മെസ്സേജ് അയച്ചു, ആരും വന്നില്ല, ഞാൻ വന്നു. എനിക്കൊന്നും വേണ്ടിയിട്ടോ ഒരു ലക്ഷ്യമോ ഒരു കാശോ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഇപ്പോഴും ചെയ്യുന്നത്. അത് ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൊടുത്തിരിക്കും അച്ചായൻ.